ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബ് ഷോർട്സിനായി ഉപയോഗിക്കുന്ന വീഡിയോ കിറ്റിനെ പറ്റിയാണ്. ഇത് യൂട്യൂബ് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് മാത്രമല്ല, ഇത് വളരെ ലളിതവും ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്കിനി പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ വീഡിയോ മേക്കിംഗ് കിറ്റ് ആണ്. ഇത് കമ്പനി വന്ന് AY49 ആണ് മോഡല്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് ബൈ ചെയ്തത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ ലിങ്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് പരിചയപ്പെടാം. അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൈപോഡാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്യുക. ഇത് 45 ആംഗിൾ വരെ പോവും. ട്രൈപോഡ് ലെഗുകൾ ഓപ്പൺ ചെയ്യുന്ന വിധം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. അതിനുശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് നിലത്തിങ്ങനെ വെക്കുകയും ചെയ്യാം. ഫോണൊക്കെ നമുക്ക് ഇതിലോട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് മടക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ക്യാരി ചെയ്യാനും. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഹോൾഡർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ട്രൈപോഡിനകത്ത് ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിൽ വേണം നമ്മൾ ഈ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാനുള്ളത്. ഈ നോബ്, നമ്മൾ ബാക്കിലുള്ള ഒരു നോബ് ഉണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഈ നോബിൽ കറക്കി വേണം ഇത് ഫിക്സ് ചെയ്യാനുള്ളത്. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാന്നുള്ള ഒരു സംഭവമാണ് ഈ മൊബൈൽ ഹോൾഡർ. ഇതിങ്ങനെ കറക്കി വെർട്ടിക്കലാക്കിയും വെക്കാം. അത് മാത്രമല്ല, നമുക്ക് ഈ മൊബൈൽ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, വലിപ്പം അനുസരിച്ച് വെക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ഈ ചെറിയ ഫോണാണ് ഇതിൽ വെക്കുന്നത്. ഇത് നമുക്ക് ചെറുത് മാത്രമല്ല, വലിയ ഫോണുകളും വെക്കാന്നുള്ളതാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇത് നമുക്ക് തിരിച്ചും വെക്കാം, ഹൊറിസോണ്ടലിയും വെക്കാം, വെർട്ടിക്കലായിട്ടും വെക്കാം. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ LED ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇതിൽ 3 കുഞ്ഞു ബാറ്ററീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റിന് 3 മോഡുകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് മോഡാണ്, ഇത് സെക്കൻഡ് മോഡ്, ആൻഡ് ഇത് ലാസ്റ്റ് മോഡ്. വീഡിയോസ് ഒക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ലൈറ്റ് കൂടുതൽ വെളിച്ചം വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുറച്ച് വെളിച്ചമാണെങ്കിലും ഈ 3 മോഡുകൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് എങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ ട്രൈപോഡിനകത്ത് ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഈ മൊബൈൽ വെക്കാനുള്ള ഈ സംഭവമില്ലേ, അതിൻ്റെ അവിടെ ആയിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് ഇത് ഫിക്സ് ചെയ്താൽ മതി. ഇത് വളരെ എളുപ്പമാണ്, വളരെ യൂസ്ഫുള്ളുമാണ്. എന്നിട്ടിത് നമുക്കിങ്ങനെ പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഈ കിറ്റിനൊപ്പം വരുന്നതാണ് ഈ നമ്മുടെ മൈക്ക്. ഇതും ഈ ട്രൈപോഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ ഫ്ലാഷ് ലൈറ്റ് വെച്ചില്ല, അവിടെ തന്നെയാണ് ഇതും ഫിക്സ് ചെയ്യാനുള്ളത്. എളുപ്പത്തിൽ ഇതിനൊപ്പം ഒരു ലീഡും കൂടെ ഉണ്ട്. ഇത് ഒരു സൈഡ് നമ്മൾ ഏതാണ്ട് ഈ മൈക്കിൻ്റെ അവിടെയും കണക്ട് ചെയ്യണം, മറ്റു സൈഡ് നമ്മൾ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. ഈ മൈക്ക് വൈഫൈ കണക്റ്റഡ് അല്ല, ഇത് നമ്മൾ കേബിൾ ത്രൂ കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും, ഈ മൈക്കും ഈ LED ലൈറ്റും കൂടി എങ്ങനെ ഒരുമിച്ച് ഫിക്സ് ചെയ്യുന്നു. അതിനും വഴിയുണ്ട്. ഈ LED ലൈറ്റിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു സ്ലോട്ട് കിടപ്പുണ്ട്. അവിടേക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കാണും, ഈ മൊബൈൽ ഫോൺ എവിടെയാണ് പ്ലേസ് ചെയ്യാനുള്ളതെന്ന്. അതും സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്തങ്ങ് പ്ലേസ് ചെയ്യുക. ഈ മൈക്ക് ഇവിടെ മാത്രമല്ല യൂസ് ചെയ്യാൻ, നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഈ സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരെ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു മൈക്കാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കാണ്. ഇനി ഇതിൽ അവസാനം വരുന്നത് ഒരു റിമോട്ട് കൺട്രോൾ ആണ്. ഇത് നമുക്ക് ക്യാമറ, നമ്മുടെ ഫോണിലെ ക്യാമറ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും യൂസ് ചെയ്യാം. ഇത് നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യാനുള്ളത്.
ഇത് സപ്പോർട്ട് ചെയ്യുന്നത് iOS-ഉം ആൻഡ്രോയിഡ് ഫോണുകളുമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിക്കുകയായിരിക്കും, അയ്യോ ഇതിന് വില കൂടുതലാണ്. ഇത് 1000 രൂപയ്ക്ക് അകത്തുള്ള റേറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.